നമസ്കാരം, മാസ്റ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോൺക്രീറ്റ് വർക്കുകൾ നടക്കാൻ പോകുന്ന ഒരു സൈറ്റിലാണ് ഞാനുള്ളത്. ഇപ്പോൾ ഇവിടെ സെൻറ്ററിങ്ങിൻ്റെ വർക്ക് പൂർത്തിയായി. രണ്ടാം നിലയുടെ കോൺക്രീറ്റിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിൻ്റാണ്. അതായത് രണ്ടാം നിലയുടെ കോൺക്രീറ്റിൻ്റെ സമയത്ത് സെൻറ്ററിങ്ങിൻ്റെ പല അടിക്കുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്ലോപ്പായിട്ട് ചെറിയൊരു സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പലക അടിക്കുക. അപ്പോൾ ചെറിയൊരു സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ മുകളിലത്തെ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാകും. അതുകൊണ്ട് തന്നെ ലീക്കേജിനുള്ള സാധ്യത കുറയും. വാട്ടർ ലെവലിൽ പലക അടിച്ചു കഴിഞ്ഞാൽ സെൻറ്ററിൽ നമ്മൾ കോൺക്രീറ്റിൽ മാത്രം കോൺക്രീറ്റ് കനം കൂട്ടി സ്ലോപ്പ് അടിക്കുമ്പോൾ അതിൽ 1 ഇഞ്ചിൽ കൂടുതൽ നമുക്ക് സ്ലോപ്പ് അടിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് പലക അടിക്കുമ്പോൾ ഒരു 4 ഇഞ്ചെങ്കിലും, ഏറ്റവും ചുരുങ്ങിയ 4 ഇഞ്ചെങ്കിലും സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴിവാകും. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് റൂഫിൻ്റെ ബെനിഫിറ്റോടുകൂടി തന്നെ നമുക്ക് കോൺക്രീറ്റ് ലീക്കേജ് ഇല്ലാത്ത രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ വാൾ ലെവൽ. ഈ വാൾ ലെവലിൽ നിന്നും കറക്റ്റ് വാട്ടർ ലെവലിൽ വാൾ ലെവൽ പൂർത്തിയാക്കിയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനുശേഷം നമുക്ക് ഈ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഭാഗത്ത് 4 ഇഞ്ച് കനം കൂടുതൽ സെൻറ്ററിങ് ബ്ലോക്ക് അടിച്ച് 4 ഇഞ്ച് കൂടുതൽ കനം കൂട്ടി അതിനുശേഷം ഈ 4 ഇഞ്ചിൽ നിന്നും അവിടെ 0 ലെവലിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് കോൺക്രീറ്റിൻ്റെ സെൻറ്ററിങ് വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. ചുമരിൻ്റെ പണികൾ നടക്കുമ്പോൾ തന്നെ ഈ 4 ഇഞ്ച് സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. നേരെ മറിച്ച് ചുമരിൻ്റെ സമയത്ത് ഭിത്തി കെട്ടുമ്പോൾ ചെയ്യാൻ വിട്ടുപോയെങ്കിൽ പലകയടിക്കുമ്പോൾ ഇതുപോലെ 4 ഇഞ്ച് ഉയർത്തിയിട്ട് ഈ ഒരു സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ കോൺക്രീറ്റ് വർക്കുകൾ ചെയ്യേണ്ടതാണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.